ഇത് കുടുംബവും കേൾക്കണം കേട്ടോ. കാരണം ബിസിനസിന്റെ പെയിന് നിങ്ങൾ അറിയണം. നമ്മളെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അയാളുടെ ഒരു ഫീലിങ്സും ആർക്കറിയില്ല, ഭാര്യയ്ക്ക് അറിയില്ല. എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് HR, എന്താണ് ഓപ്പറേഷൻ, എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് IT, എന്താണ് ബിസിനസ്സിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അയാളുടെ ബിസിനസ് എന്ന്, എ മാൻ വിത്ത് ബിസി, അതിന്റെ പേരാണ് ബിസിനസ്. എ മാൻ വിത്ത് ബിസി. ഒരു മനുഷ്യൻ എപ്പോഴും തലയുടെ ഉള്ളിൽ ഇങ്ങനെ തന്റെ ബിസിനസ്സിനെ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയുടെ പേരാണ് ബിസിനസ്. ഇപ്പൊ സത്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും ഏറ്റവും വലിയ ബിസിനസ്സുകാരനും എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ആള്, നമ്മൾ വിളിക്കുന്നത് പ്രമുഖ വ്യവസായി എന്നാണ്. സത്യത്തിൽ അദ്ദേഹം പ്രമുഖ വ്യാപാരിയാണ്. അഥവാ വ്യവസായി എന്ന് പറയുന്നതും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഓവർടേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്നത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യാപാരമാണ്. യൂസഫ് അലിക്ക ഒരു വ്യവസായം കൂടിയാണ്. ഒരുപാട് വ്യവസായങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും ആ വ്യവസായത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലുലു എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പാണ്. അത് വ്യാപാരവുമായി ബന്ധപ്പെട്ടത്. ഉപയോഗിക്കുന്ന നമ്മൾ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വ്യാപാരം ചെയ്യുന്നവരുണ്ട്, വ്യവസായം ചെയ്യുന്നവരുണ്ട്, വ്യാപാരവും വ്യവസായവും ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നൊക്കെ വിളിക്കുന്നത്. രണ്ടിനും രണ്ട് ടേസ്റ്റാണ്, രണ്ടിനും രണ്ട് സ്ട്രെങ്ത് ആണ്, രണ്ടിനും രണ്ട് ഡയമെൻഷനാണ്. ഈ വ്യവസായവും വ്യാപാരവും ഒരേപോലെ വിജയിക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ഈ ലോകത്തിൽ ഏറ്റവും വിജയിച്ച മനുഷ്യനാര് എന്ന ചോദ്യത്തിന് ഒരുപാട് സമ്പത്തുള്ള ആള് എന്നല്ല അതിൻ്റെ അർത്ഥം, നല്ല ഒരു ഫാമിലിയുള്ള ആള് എന്ന്. ഈ ലോകത്തിൽ എല്ലാം നേടിയിട്ടും ഫാമിലി കൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ തകർന്നടിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളിപ്പോ ലോകം തന്നെ ഒന്നിച്ചു ഭരിക്കണമെന്ന് മോഹിച്ച ഒരു ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ശവകുടീരത്തിൽ പോയിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. നമുക്ക് ഫ്രാൻസിൽ പോയാൽ അത് കാണാം. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വലിയ ഇതിഹാസ ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാം. നെക്സ്റ്റ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് വലിയ പർവ്വതത്തിനെ ചൂണ്ടി സംസാരിച്ച അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കേൾക്കാം. ആ സമയത്ത് തന്റെ സൈന്യവ്യൂഹം ഒന്നിച്ചിട്ട് അത് നടക്കും, ഈസ് ഇറ്റ് പോസിബിൾ എന്ന ചോദ്യം നമുക്ക് അവിടെ അതിന്റെ അലയൊലിയായിട്ട് കേൾക്കാം. നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന ഇംഗ്ലീഷിലെ അതിമനോഹരമായ പ്രയോഗം അന്ന് പ്രയോഗിച്ചതും നമുക്കറിയാം. അതിനെ പിന്നീട് നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന് പറയുന്നതിനെ തല കീഴായി പിടിച്ച് ഇംപോസിബിൾ ഈസ് നത്തിങ് എന്ന് പറഞ്ഞതും നമുക്കറിയാം. ഈ നെപ്പോളിയൻ എന്നേക്കുമായി ആപ്പതിച്ചത്, തൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടത് തൻ്റെ ഭാര്യ കാരണത്താലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യമേ നെഗറ്റീവ് പറയുകയല്ല. അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രണയത്തിന് ശേഷം അത് വിവാഹത്തിൽ കലാശിച്ചു. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിന്റെ ഉള്ളിൽ അദ്ദേഹം തകർന്നടിയുകയും ചെയ്തു. ഈ ലോകത്തിലെ മറ്റൊരു വലിയ കഥാപാത്രമാണ്, അത് മാർക്ക് ആന്റണിയാണ്. മാർക്ക് ആന്റണി ഒരു വേള അതിമനോഹരമായി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രഭാഷണം നടത്തുന്ന നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും സക്സസ് ആയ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു വലിയ രാജാവിൻ്റെ എല്ലാമായി മാറിയ കഥ നമുക്കറിയാം. ബ്രൂട്ടസിനെതിരെ അതിമനോഹരമായി 10,000-കണക്കിന് ആളുകളെ നിമിഷങ്ങളെ കൊണ്ട് തിരിച്ചുവിട്ട അദ്ദേഹത്തിന്റെ ജിഹ്വയെക്കുറിച്ച് നമുക്കറിയാം, നാക്കിനെ കുറിച്ച്. ആരെങ്കിലും ഒരാൾ നല്ലൊരു പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിംഗ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രയോഗം തന്നെ മക്ക് ആന്റണി സ്പീച്ച് എന്നായിരിക്കും. ഒരു ആന്റണി സ്പീച്ച് ആയിരുന്നു എന്നാണ് അതിന്റെ പ്രയോഗം. അത്ര മനോഹരമായി ലോകത്തിൽ ഇമോഷണലി ടോക്ക് ചെയ്ത ആളുകൾ വളരെ കുറവാണ്. പക്ഷെ അതേ മാർക്ക് ആന്റണി ക്ലിയോപാട്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ
സപ്പോർട്ട് കിട്ടാതെ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതേ മാർക്ക് ആന്റണി ക്ലിയോപാട്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത്. ലോകത്തിൽ എപ്പോഴും നമ്മൾ വാഴ്ത്തി പറയുന്ന ശ്രീ മഹാത്മാഗാന്ധിജി പോലും രാഷ്ട്രപിതാവിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണുകയല്ല. പലപ്പോഴും വിമ്മിഷ്ടപ്പെട്ടതും തൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിലെത്തുമ്പോൾ നൊമ്പരപ്പെട്ടതും തൻ്റെ ഭാര്യയായ കസ്തൂർബയെ കൊണ്ടാണ് എന്നും നമുക്കറിയാം. ഞാനിത് പറയുന്നത് സ്ത്രീകളെക്കുറിച്ച് മോശമായി പറയാനല്ല, ഭാവിയിൽ അങ്ങനെയൊന്നും നരേഷൻ വരരുത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. വലിയ വലിയ ആളുകൾ, ലോകത്തിൽ ഉയർന്നു പോയ ആളുകൾ ലോകം വെട്ടിപ്പിടിക്കുന്ന സമയത്ത് അമർന്നിരിക്കേണ്ടി വന്നിട്ടുള്ള സാധ്യതകളെ കുറിച്ചൊരു പുസ്തകം തന്നെയുണ്ട്. ആ പുസ്തകത്തിൽ ഏകദേശം 10-40 പേരെ രസകരമായി വിശദീകരിക്കുന്നുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ടില്ലാത്തതിൻ്റെ പേരിൽ തകർന്നടിഞ്ഞ ലോകത്തിലെ ഫേമസ് ആയ ആളുകളെ കുറിച്ച്. അപ്പൊ ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് പരസ്പരം സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ആ സപ്പോർട്ട് ഇമോഷണൽ സപ്പോർട്ടായിരിക്കണം. അവരൊരു പക്ഷേ നിങ്ങളോട് സാമ്പത്തിക സപ്പോർട്ട് ആഗ്രഹിക്കുന്നില്ല, ഉണ്ടാകാം ചില ആളുകൾ. ഫാമിലിയുടെ കയ്യിൽ നിന്നും അവർക്ക് കിട്ടേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ട് ഇമോഷണൽ സപ്പോർട്ടാണ്. ഒരാൾ കടത്തിൽ അകപ്പെട്ട് ആകെ വലിയ പ്രയാസത്തിൽ അകപ്പെടുന്ന സമയത്ത് ആ കടം വീട്ടാൻ കഴിയില്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാം ശരിയാകുമട എന്ന് പറയുന്നൊരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാകും. അതൊരു വലിയ ആത്മഹത്യയിൽ നിന്ന് തന്നെ അയാളെ ചിലപ്പോൾ സംരക്ഷിച്ചെന്ന് വന്നേക്കാം. അപ്പൊ ഈ ഒരു പരസ്പര സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപാട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാട് കയറി പോകേണ്ട കാര്യമില്ല. ഇവിടെ അതിമനോഹരമായി നമ്മുടെ മക്കളെ ആദരിച്ചു, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന എന്റർപ്രണേഴ്സിനെ നമ്മൾ ആദരിച്ചു. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ നല്ല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങൾ ആദരിച്ചു. ഈ ആദരവൊക്കെ നടക്കുമ്പോഴും ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് 20% മാത്രമാണ്. എന്നാൽ ഭാവിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് 60%. ഇന്നിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതും 20%. വ്യാപാരി വ്യവസായി എപ്പോഴും അങ്ങനെയായിരിക്കണം. ഞാനിത് പറയുന്നത് എൻ്റെ കുറേ ചിന്തകളെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയല്ല. ചില ശാസ്ത്രീയപരമായ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ 2025 എന്ന് പറയുന്നത് നിർണായകമായൊരു വർഷമാണ്. കാരണം അൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് നമ്മൾ കടക്കുന്ന വർഷമാണ് 2025. ഇനി ടോട്ടലി മാർക്കറ്റുകൾ കീഴടക്കാൻ പോകുന്നത് ടെക്നോളജിയാണ്. ഒരു പക്ഷേ അതിശയോക്തി പറയുകയല്ല, ഷോപ്പുകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അസ്തമിക്കാൻ പോവുകയാണ്. പറയുമ്പോൾ ആർക്കൊന്നും തോന്നരുത്. ഇനി സ്റ്റോറേജുകളായിരിക്കും. സ്റ്റോറേജിൽ നിന്ന് ഓൺലൈനിലൂടെയുള്ള ട്രേഡിംഗ് മാത്രമായിട്ട് ലോകം കൺവേർട്ട് ചെയ്യാൻ പോകും. അതിൻ്റെ കാരണം ഒന്ന്, സ്റ്റാഫിനെ റെഡ്യൂസ് ചെയ്യാമെന്നതാണ്. പുതിയ ലോകത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ബിസിനസ്സിനെ മാറ്റുക എന്നതാണ്. ഇങ്ങനെ ഒരുപാട് മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു വർഷമാണ് 2025. ഏകദേശം 2010 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തെയാണ്, 2014 വരെയുള്ള കാലഘട്ടത്തെയാണ്, ആ 14 വർഷത്തെയാണ് അൽഫ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം 2025 മുതൽ അങ്ങോട്ട് 2040 വരെയുള്ള കാലഘട്ടത്തെയാണ് ബീറ്റ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. 2040 മുതൽ 2055 വരെയുള്ള കാലഘട്ടത്തെയാണ് ഗാമ എന്ന് വിളിക്കുന്നത്. ഇത് ബിസിനസിന്റെയും സോഷ്യോളജിയുടെയും ആന്ത്രപ്പോളജിയുടെയും സൈക്കോളജിയുടെയും എല്ലാറ്റിൻ്റെയും ഒരു റിത്തമാണ്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ അല്പസ്വല്പമൊക്കെ ഭീതിപ്പെടേണ്ടുന്ന ഒരവസ്ഥ കൂടിയാണ് സത്യത്തിൽ ബിസിനസ്സിൽ വരാൻ പോകുന്നത്. എത്രത്തോളം അതിൻ്റെ അലയൊലി എത്തി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ കടൽ ഭാഗത്ത് പിടിക്കുന്ന മീനുകൾക്ക് വരെ അടുത്ത കാലത്തായി ഇപ്പം ഇങ്ങനെ വില കൂടി വരും. ഒരു പക്ഷേ നിങ്ങൾ എഴുതി വെച്ചോളൂ, നമ്മൾ ഇന്ന് കഴിക്കുന്ന മത്തി എന്ന് പറയുന്ന, ചിലയിടത്ത് അതിന് ചാള എന്ന് പറയും, ചിലയിടത്ത് മത്തി എന്ന് പറയും, അതിന്
1500 രൂപ പെർ കിലോ ആകുന്ന കാലഘട്ടം അതിവിദൂരമല്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. കാരണം ഒമേഗ 3 എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതലുള്ള ഒരു മത്സ്യത്തിന് അദാനിയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് പോർട്ടുകൾ വിലക്ക് വാങ്ങുമ്പോൾ ഈ കടപ്പുറത്ത് മീൻ പിടിക്കുന്ന ആളുകൾ എല്ലാവരും അവരോടൊപ്പമായിരിക്കും ഉണ്ടാവുക. അതെന്താ നിങ്ങൾ കടപ്പുറത്തുകാർ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കരുത്. കാരണം ഇപ്പൊ അവർക്ക് കിട്ടുന്ന ലാഭത്തേക്കാൾ ഒരു 6-7 ഇരട്ടി ലാഭങ്ങൾ അവർ കൊടുക്കും. അപ്പൊ എന്തായാലും കാര്യം നടക്കുന്നത് കൊണ്ട് അവരെല്ലാവരും അവരുടെ കൂടെ കൂടും. ഇപ്പൊ നിങ്ങൾ റിലയൻസിന്റെ ട്രെൻഡ് നടത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റിക്ക് പോലും കൊടുക്കേണ്ടത് ഏകദേശം 25,000-30,000 രൂപയാണ്. കാരണം അത് അവരുടെ ഒരു പെഡഗോഗിയാണ്. ഇതേപോലെ പ്രൊഫഷണൽ ആളുകൾ കയറി വരുമ്പോൾ അവർ സമ്പത്ത് ഉണ്ടാക്കുന്നു എന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് സമ്പത്ത് വിതരണം ചെയ്യുകയും ചെയ്യും. അപ്പൊ എല്ലാ സാധനങ്ങളുടെയും രീതിശാസ്ത്രം മാറാൻ പോകും. ഇത് ഫാമിലി ക്ലാസ് ആണ് ഞാൻ എടുക്കേണ്ടത്, എന്നാലും ഇത് വെച്ച് തുടങ്ങിയാലേ അത് പൂർത്തിയാവൂ എന്നതുകൊണ്ടാണ്. പുതിയ ട്രെൻഡുകൾ വന്ന് ഇനി അസറ്റ് എന്ന് പറയുന്ന സാധനത്തെ, അസറ്റ് അക്യുമുലേഷൻ എന്ന ബിസിനസ് വളരെ കൂടുതലായിക്കൊണ്ട് ആളുകൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നു. കാരണം ആളുകൾക്ക് അസറ്റിനെ ഇങ്ങനെ കൂട്ടിയേ വരണം. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു. നമ്മൾ വ്യാപാരി വ്യവസായികളാകട്ടെ അസറ്റിലേക്ക് വല്ലാണ്ട് പോകാതെ ബിസിനസ്സിനെ തന്നെ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അസറ്റ് എപ്പോഴും സ്ട്രെങ്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ബിസിനസ്സിന് ഒരു മൂല്യമുണ്ടാവുക. അപ്പൊ അസറ്റ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിലേക്കുള്ള ആളുകൾ കുറേശ്ശെ ചെയ്തു വെക്കുന്നുണ്ടാകാം. എന്നാൽ നമ്മുടെ വ്യാപാരത്തിൽ നിന്ന്, വ്യവസായത്തിൽ നിന്ന് എത്ര പേര് മോഡേൺ ട്രേഡിങ്ങിലേക്ക് മാറുന്നു എന്നത് വേറൊരു വിഷയം. ഉദാഹരണത്തിന് ലോകത്തിൽ അറിയപ്പെടുന്ന കമ്പനികളുടെ ഷെയർ എടുത്തിടുക എന്നതിലേക്ക് വ്യാപാരി വ്യവസായികൾ എത്രത്തോളം മാറുന്നു എന്നതൊരു മുഖമാണ്. അപ്പൊ ഷെയർ മാർക്കറ്റ്, അതിന്റെ ഡിജിറ്റൽ ഫോർമേഷൻ, അപ്പൊ അതിന്റെ ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ, അതെങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു എന്നത്, എത്ര പെർസെന്റേജ് ന്യൂ ട്രെൻഡിലേക്ക് നമ്മൾ എടുത്തിടണം എന്നത്, അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണ് എന്നത്, മൾട്ടി ഫോക്കസ് എന്താണ് എന്നത്, വ്യത്യസ്ത രാജ്യങ്ങളിലേക്കുള്ള കൊളാബറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ് എന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിന് തോന്നും ഇത് സത്യത്തിൽ വ്യാപാരികൾക്കുള്ള ക്ലാസ് ആണെന്ന് തോന്നുന്നു, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കുള്ളതല്ല എന്ന്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന അപ്പൊ കുട്ടികൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അവാർഡ് കൊടുത്തു. നിങ്ങൾ A+ കിട്ടിയവർക്ക് ആർക്കൊക്കെ കൊടുത്തു. എങ്ങനെയാണെന്ന് ഞാൻ മുഴുവനായിട്ട് കണ്ടില്ല. ഈ കുട്ടികൾ പഠിച്ചു വളരുന്നത് ബിസിനസ്സാണ്. അതിൻ്റെ ഒരു കാരണമാണ്. ഒരു ഡോക്ടറുടെ വീട്ടിൽ കിടന്ന് വളരുന്ന ആള് അവിടെയുള്ള സ്റ്റെതസ്കോപ്പും ഉപ്പയുടെ അല്ലെങ്കിൽ പിതാവിന്റെ കുറെ കുറിപ്പുകളും ആളുകളുടെ റെസ്പെക്റ്റും ഒക്കെ കണ്ടിട്ട് ഡോക്ടറുടെ മക്കൾ അറിയാണ്ട് ഡോക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടേ അങ്ങനെയാണ്. അത് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയതാണ് ആ ഡോക്ടറെ. അന്തരീക്ഷമാണ് ആ ഡോക്ടേഴ്സിന് ഉണ്ടാക്കുന്നത്. അവർക്കതിന് കഴിവുണ്ടോ ഇല്ലയോ അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഒരു അന്തരീക്ഷം ഒരാളെ സൃഷ്ടിച്ചെടുക്കും. മിക്കവാറും ഒരു അധ്യാപകന്റെ മകൻ അധ്യാപകനാകാൻ സാധ്യതയുണ്ട്. ഞാൻ വരുന്നത് ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത്, മേൽപ്പത്തൂരിന്റെ തൊട്ടടുത്ത സ്ഥലം. ചന്ദനക്കാവിൽ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടീച്ചേഴ്സിനെ കാണാം. അധ്യാപകരുടെ ഒരു വലിയ ലോകം തന്നെ അവിടെ കാണും. ഇതേപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അടുത്തൊക്കെ തന്നെയാണല്ലോ ഈ സ്ഥലവും, അരീക്കോട് കുറെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ കാണാം. നിങ്ങൾ പാലക്കാടുള്ള ഒറ്റപ്പാലത്ത് പോയാൽ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് സിവിൽ സർവീസുകാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അന്തരീക്ഷം മനുഷ്യനെ മാറ്റിമറിക്കും, ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുപോകും. ഇതേപോലെ വ്യാപാരികളുടെ, വ്യവസായികളുടെ മക്കള് നിങ്ങളെ കണ്ട് വളരുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടവും മനസ്സിന്റെ ഉള്ളിൽ കച്ചവടമായിരിക്കും. അതിന് ഭേദിച്ചുകൊണ്ട് പല മേഖലയിലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആ ഒരു ട്രെൻഡിൽ, പ്രത്യേകിച്ച് പൂനൂര് എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള ആളുകളുടെ മക്കൾ വേണ്ട രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ ആ പാരമ്യതയിലേക്ക് കയറിയിട്ടില്ല എങ്കിൽ ഈ ട്രഡീഷണൽ ബിസിനസ് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. പുതിയ ബിസിനസിന്റെ ട്രെൻഡുകളെ കുറിച്ച് അവർക്കറിയില്ല. വാപ്പക്ക് ഇന്ന് ബെൻസ് കാർ ഉണ്ടായത് കൊണ്ട് ആ ബെൻസ് കാർ തന്നെ ഉപയോഗിക്കണമെന്നാണ് അവന്റെ ചിന്തയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കച്ചവടം, ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാവും, വാപ്പയായിട്ട് 40 വർഷം തുടങ്ങിയ അതേ അരിക്കച്ചവടത്തിന് ഇന്നും കൊണ്ടെടുക്കുന്ന മക്കൾ ഇവിടെ ഉണ്ടാവും. ട്രഡീഷണൽ ബിസിനസ്.
അതിനൊരു പുതിയ ട്രെൻഡിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോവുക എന്ന് ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. ബിസിനസ് തുടങ്ങുന്നത് എന്തൂസിയാസത്തിൽ നിന്നാണ്. എന്തൂസിയാസം എന്താണ്? ആവേശമാണ്. ആവേശം കഴിഞ്ഞാൽ അടുത്ത പടിയിലേക്ക് കയറും. അതിന്റെ പേര് സ്ട്രഗ്ലിംഗ് എന്നാണ്. സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകും. മൂന്നാമത്തതിന്റെ പേര് സക്സസ് എന്നാണ്, വിജയം എന്നാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ എന്നും പറഞ്ഞു വെക്കാറുള്ളത് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഏകദേശം 90% ആളുകളും മരിച്ചു വീഴുമെന്നാണ്. ആ പഠനത്തിൽ അവർ മരിച്ചു വീഴും. സ്ട്രഗ്ലിങ്ങിൽ ഒരുപാട് ആളുകൾ മരിച്ചു വീഴും. ഇപ്പൊ നമ്മളിപ്പോ ജെൻ ഷോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ, ജെൻ ഷോപ്പുകൾ ഇപ്പൊ കോട്ടക്കൽ തന്നെ ഏകദേശം 10-40 ജെൻ ഷോപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്തതായി അവിടുത്തെ ചെയർപേഴ്സൺ പറയാറുണ്ട്. കാരണം അത് തുടങ്ങിയത് ന്യൂജനാണ്. അവർക്ക് ബിസിനസിന്റെ എക്സ്പീരിയൻസസ് ഇല്ല. എക്സ്പെരിമെന്റ് ആയിട്ട് തുടങ്ങുകയാണ്. എക്സ്പീരിയൻസ് വേറെയാണ്, എക്സ്പെരിമെന്റ് വേറെയാണ്. പുതിയ സാധനം വെറുതെ തുടങ്ങാൻ വേണ്ടി തുടങ്ങൽ എക്സ്പെരിമെന്റാണ്. എന്നാൽ ഒരുപാട് കച്ചവടം ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ തുടങ്ങുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ്. എക്സ്പെരിമെന്റ് ആകാം, പക്ഷെ എക്സ്പീരിയൻസിന് ശേഷമായിരിക്കണം. ഞാൻ പറയുന്നത് എത്ര ആളുകൾക്ക് അതിന്റെ ആ ഒരു ആംഗിളിൽ മനസ്സിലാകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നടത്തി ഒരു ജെൻ ഷോപ്പ് ഇട്ടു. അവന്റെ ഫ്രണ്ട്സ് എല്ലാം വന്നു, ഷർട്ടെല്ലാം കൊണ്ടുപോയി, പാൻസ് എല്ലാം കൊണ്ടുപോയി. അങ്ങനെ ഒരു പെരുന്നാൾ കടന്നുപോയി. ഏകദേശം 25-30 ലക്ഷം രൂപയും പോയി. ഇങ്ങനെ ജെൻ ഷോപ്പുകൾ ഒരുപാട് തുടങ്ങുന്നു, പൂട്ടുന്നു നമുക്കറിയാൻ പറ്റും. ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്, നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. താമസിക്കുന്നതിനാ ശരിക്കും ഹോട്ടൽ എന്ന് പറയാം. റെസ്റ്റോറൻറ്റ് എന്നാണ് ഭക്ഷണം കഴിക്കുന്നതാണ്. ലോകത്തിൽ ഹോട്ടൽ എന്ന് പ്രയോഗിച്ചാൽ അത് താമസിക്കുന്ന സ്ഥലത്തിനാണ് പറയുക. അപ്പൊ നമ്മൾ പറയുന്ന റെസ്റ്റോറൻറ്റ് അത് ജസ്റ്റ് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു ഷോപ്പ് കാണുന്നു, അതിനൊന്ന് മോഡിഫൈ ചെയ്ത് അടിപൊളിയായി ഒരു റെസ്റ്റോറൻ്റായി തുറന്ന് ആ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ പിന്നെ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും. നിങ്ങളിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അങ്ങനെ അടച്ചു പൂട്ടിയ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കാണാൻ പറ്റും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ 4 ഫാക്ടേഴ്സിലൂടെ കടന്നു പോകണമെന്നോ. ഞാൻ നിങ്ങളെ ബിസിനസ് പഠിപ്പിക്കല്ല, എന്നാലും ഞാൻ ബിസിനസ്സുകാർക്കും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. മിനിയാന്ന് ദുബായിലായിരുന്നു പരിപാടി. ബിസിനസ്സുകാരുടെ ന്യൂ ട്രെൻഡുകൾ നമ്മൾ അറിയണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫീസിബിലിറ്റി എന്താണ്, വയബിലിറ്റി എന്താണ്, പ്രോഫിറ്റബിലിറ്റി എന്താണ്, സസ്റ്റൈനബിലിറ്റി എന്താണ്? ഇത് ഹാർവാർഡിന്റെ ഒരു തീസിസാണ്. അപ്പൊ എന്താണ് ഫീസിബിലിറ്റി? ഇത് കുടുംബവും കേൾക്കണം കേട്ടോ. കാരണം ബിസിനസിന്റെ പെയിന് നിങ്ങൾ അറിയണം. നമ്മളെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അയാളുടെ ഒരു ഫീലിങ്സ് ആർക്കറിയില്ല, ഭാര്യയ്ക്ക് അറിയില്ല. എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് HR, എന്താണ് ഓപ്പറേഷൻ, എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് IT, എന്താണ് ബിസിനസ്സിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അയാളുടെ ബിസിനസ് എന്നാണ്. എ മാൻ വിത്ത് ബിസി, അതിന്റെ പേരാണ് ബിസിനസ്. എ മാൻ വിത്ത് ബിസി. ഒരു മനുഷ്യൻ എപ്പോഴും തലയുടെ ഉള്ളിൽ ഇങ്ങനെ തന്റെ ബിസിനസ്സിനെ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയുടെ പേരാണ് ബിസിനസ്, നോട്ട് ബിസിലെസ്. അതൊരു ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷനാണ്. അപ്പൊ ഇയാൾ എന്തുകൊണ്ടാണ് എന്നോട് ചൂടാകുന്നത്? ഇയാൾ എന്തുകൊണ്ടാണ് കുട്ടികളോട് വേണ്ട രീതിയിൽ മിണ്ടാത്തത്? ഇയാൾ എന്തുകൊണ്ടാണ് പഴയ രീതിയിലുള്ള പ്രകൃതം എൻ്റെ അരികിലേക്ക് പുറപ്പെടുവിക്കാത്തത്? പഴയതുപോലെ ഏട്ടൻ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഇക്ക പഴയതുപോലെ അല്ലല്ലോ, ആകെ മാറിയിരിക്കുന്നല്ലോ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ഒരു വല്ലാത്തൊരു പ്രഷറിലാണ്. ആ പ്രഷറിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ റാപ്പോ എന്ന് പറയുന്നത് കട്ടാവും. എന്താ റാപ്പോ? ബന്ധങ്ങളാണ്. മക്കളോടുള്ള ബന്ധം, ഭാര്യയോടുള്ള ബന്ധം. കാരണം ഇയാളുടെ തലയിൽ മുഴുവനും സിസ്റ്റമാറ്റിക് അല്ലാത്ത ഒരു ബിസിനസ്സാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയാൽ കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവും. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നവർക്ക് പോലും പ്രൊജക്റ്റുകളുടെ എക്സ്പാൻഷനിൽ അവർ പ്രഷേർഡാണ്. ഇപ്പൊ മലബാർ ഗോൾഡ് ഉദാഹരണത്തിന് നമുക്കറിയാവുന്ന ഒരു ബ്രാൻഡ് പറയുന്നു എന്ന് മാത്രം. അവരിപ്പോ 400ാമത്തെ ഷോപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തത്. 400ാമത്തെ ഷോപ്പ്. അപ്പൊ 400ാമത്തെ ഷോപ്പ് തുടങ്ങുമ്പോഴും അതിന്റെ പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സ് ആരും എന്തല്ല, ഫ്രീ അല്ല. കാരണം എക്സ്പാൻഷന്റെ ഒരു പ്രഷർ ഉണ്ടാവും. ഫണ്ട് എത്ര കിട്ടിയാലും ആ ഫണ്ടുകൾ വീണ്ടും നെക്സ്റ്റ് പ്രൊജക്റ്റിലേക്ക് ഇറക്കുന്നത് കൊണ്ടുള്ള പ്രഷർ ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇന്ത്യയിൽ ഇതെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ അദാനിയോ അംബാനിയോ ആണെങ്കിൽ അവരുടെ അടുത്ത പ്രൊജക്റ്റ് അവരുടെ കയ്യിലുള്ള പൈസയേക്കാൾ നേരെ ഡബിളാണ്. അപ്പൊ അതിന്റെ പ്രഷർ അവർക്കുണ്ടാവും. നമ്മളിപ്പോ വലിയ സമ്പന്നരെന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവരുടെ പൈസയുടെ ഇരട്ടിയുള്ള പ്രൊജക്റ്റും കൊണ്ടാണ് നടക്കുന്നത്. അവരുടെ കയ്യിൽ 1 ലക്ഷം കോടി ഉണ്ടെങ്കിൽ 2 ലക്ഷം കോടിയുടെ പ്രൊജക്റ്റും കൊണ്ട് നടക്കുമ്പോൾ ബാക്കി 1 ലക്ഷം കോടി അവിടെ പ്രഷറാണ്.
അപ്പൊ ബിസിനസ് എപ്പോഴും എത്ര നമ്മൾ പുറത്ത് കാണുന്ന ഒരു നല്ല രസകരമായ ഒരു ലോകം കാണിക്കുന്നുവെങ്കിൽ പോലും സത്യത്തിൽ അവര് പ്രഷറായിട്ട് ജീവിക്കാനാണ്. ഇല്ല എന്ന് നമ്മുടെ മുമ്പിൽ കാണിക്കുമെങ്കിൽ അവർ ചിലപ്പോൾ ബെൻലി എടുക്കുന്നു, അത് കഴിഞ്ഞ് റോൾസ് റോയ്സ് എടുക്കുന്നു, അതിങ്ങനെ കുറെ പിന്നെ വെർച്വൽ പോയിന്റിലേക്ക് അവർ വരുന്നു, അവരെ തന്നെ ബ്രാൻഡ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് അവരെ മാർക്കറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ഒറ്റയ്ക്കിരുന്നാൽ അയാളുടെ നോവുകൾ അയാൾ പറയുന്നത് കേൾക്കാൻ പറ്റും. ഒറ്റയ്ക്ക് അയാൾക്ക് ഒരുപാട് വേദനകളുണ്ട്. പിന്നെ റിലാക്സ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേതായി ആൾക്കാർ പണ്ട് വാപ്പയായിട്ട് തുടങ്ങി ഇപ്പൊ മോനായിട്ട് ഇങ്ങനെ പോകുന്നു, രാവിലെ പോകുന്നു, വൈകുന്നേരം വരെ ഇരിക്കുന്നു, അങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നു. പുതിയ എക്സ്പാൻഷൻസ് ഇല്ല, പുതിയ മെത്തഡോളജിയിലേക്ക് മാറ്റുന്നില്ല, പുതിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇന്ന് സത്യത്തിൽ ബിസിനസ്സുകാര് ഒരു രാജ്യത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് പെഡഗോഗി. ഇപ്പൊ ഇന്ത്യയിൽ മാത്രം നമുക്ക് ബിസിനസ് ഉള്ളത് എങ്കിൽ ഇന്ത്യയിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. മൾട്ടി ലെവലിൽ നമ്മൾ ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് സ്മോൾ ഓർ ലാർജ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അപ്പൊ എങ്ങനെ ഈ ചെറുതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ നടത്തുന്ന ഇതേ ബിസിനസ്സിന് ക്വാണ്ട് എന്ന് പറയുന്ന പ്രത്യേക മെത്തേഡ് ഉപയോഗിച്ചിട്ട് AI ഉപയോഗിച്ചിട്ട് വേറെ രാജ്യത്ത് വിൽക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇതൊരു ബിസിനസ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇതേ പ്രൊഡക്റ്റിനെ മറ്റൊരു രാജ്യത്തേക്ക് വിൽക്കാൻ പറ്റും. അത് വിൽക്കണമെങ്കിൽ എന്താണ് കൊളാബറേഷൻ സ്ട്രാറ്റജി എന്ന് നമ്മൾ പഠിക്കണം. കൊളാബറേഷൻ സ്ട്രാറ്റജിയിലാണ് അവിടുത്തെ ഇത് ലീഡിംഗ് കമ്പനി ഏതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ നടത്തുന്നത് ഒരു അരി കച്ചവടമാണെന്ന് വെക്കുക. ഞാൻ സാധാരണ കച്ചവടത്തെ എടുക്കാം. ഇതേ അരിയെ ലോകത്തിൽ ഏറ്റവും കൂടുതലായി കിട്ടേണ്ട രാജ്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ പഠിക്കണം. അപ്പൊ അതിന്റെ ബൾക്ക് പർച്ചേസ് എവിടെ നിന്നാണെന്ന് പഠിക്കണം. ചിലതൊക്കെ ഗുജറാത്തിൽ നിന്നാകാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് പ്രൈമറി എവിടെയാണ്, സെക്കൻഡറി എവിടെയാണ്, ആ രാജ്യത്തിലേക്കുള്ള റാപ്പോ എങ്ങനെയാണ്, അത് ബൈ ഷിപ്പാണോ ബൈ ഫ്ലൈറ്റ് ആണോ, അങ്ങനെയെങ്കിൽ അതിന്റെ ഭാഗം എന്ത്. ഞാൻ പറയുന്നത് വെറുതെ ഒരു കാര്യമല്ല. ഇങ്ങനെ മൾട്ടി ലെവൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഇതേ സാധനത്തിനെ കൊളാബറേഷൻ സ്ട്രാറ്റജിയിലൂടെ മറ്റുള്ളതിലേക്ക് മാറ്റാം, ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് ബിസിനസ്സുകാരുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മിനിയാന്നും, ഞാൻ ബ്രാൻഡ് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് എന്ന് വെച്ചപ്പോൾ ഫില്ലിങ് നമ്മളെ നാട്ടിലുള്ള ഒരാളാണല്ലോ, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അദ്ദേഹം ഭയങ്കര രസകരമായിട്ട് പലയിടത്തും തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ദുബായിൽ ഒരു വലിയൊരു ബ്രാൻഡായിട്ട് മാറിയിരിക്കും ടീ ടാങ്ക്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഒരു ഭാഗമാണ് ഖത്തറിലും ഒമാനിലൊക്കെ ഉള്ള ടീ ടാങ്ക്. ഞാൻ ഓരോ ബ്രാൻഡിനെ പറയുന്നത് അവരെ പ്രൊമോട്ട് ചെയ്യാനല്ല. അവരിപ്പോ ഏകദേശം എൻ്റെ അറിവിൽ ഒരു 80ഓളം ഷോപ്പുകളായി പലയിടത്തും. അടിപൊളിയായിട്ട് എല്ലായിടത്തും നല്ല തിരക്കുമാണ്. നമുക്കറിയാം കോടികളുടെ ബിസിനസ് അവർക്കുണ്ട്. ആ ബിസിനസിന്റെ ആ ഒരു വോള്യം കാരണത്താൽ ചില അറബ്സ് അവരുടെ ഇത് പിടിച്ചടക്കാൻ വരെ ശ്രമിച്ചു. പക്ഷെ അതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പറയുന്നത് ഒരേ സാധനത്തിന് അവർക്ക് എന്താ വിദ്യാഭ്യാസം, ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യല്ല. എന്നാലും അതിലിപ്പോ ബഷീർക്ക് ആകട്ടെ, ഫിർദൌസ് ആകട്ടെ, അതില് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മൊമാലിക്കാകട്ടെ, അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് വള്ളുവയാകട്ടെ, ഈ 4 പേർക്കും പഴയ ആ 10ാം ക്ലാസ്സും ഗുസ്തിയൊക്കെ തന്നെ ഉള്ളൂ. എന്തുകൊണ്ട് പിന്നെ അവർ ഇത്ര വലിയ ഈ രീതിയിലേക്ക് മാറി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. കൊളാബറേഷനാണ്. വ്യത്യസ്ത രാജ്യങ്ങൾ എങ്ങനെ തുടങ്ങാമെന്ന ചിന്തകൾ. ആ ഒരു ചിന്തയിൽ ഒരു പക്ഷേ നമ്മൾ അവിടുത്തെ ആളുകളെ ചിലപ്പോൾ നമ്മൾ ക്ലബ് ചെയ്യേണ്ടി വരും. അവിടെ ആരാണ് എന്ന് നമ്മൾ നോക്കേണ്ടി വരും. ഇങ്ങനെ ഒന്നും കൂടി അതിന്റെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിയ ഒരുപാട് ബ്രാൻഡുകളും ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ അവരെ പരിഗണിച്ചും മറ്റുള്ളവരെ പരിഗണിക്കാതെയും സംസാരിക്കല്ല. ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ഒരു ഭാഗത്ത് ഉണർത്തുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടാകണം. അപ്പൊ നമുക്കൊരു തോന്നലുണ്ടാവും, എന്തിനാ കുറെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞു പോയാൽ പോരാ, ഉള്ള ഷോപ്പൊക്കെ പോരെ എന്നാണ് പൊതുവെ സ്ത്രീകൾ ചോദിക്കുക. ഈ സ്ത്രീകൾക്ക് ഏതൊക്കെ രീതിയിൽ, ഞാൻ രണ്ടുപേരും രണ്ടാക്കുകയല്ല കേട്ടോ, ഏതൊക്കെ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്നറിയാം. ഹൈജാക്ക് ചെയ്യരുത്. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈജാക്ക് ചെയ്യലല്ല. ചിലര് സപ്പോർട്ട് ചെയ്ത് ഹൈജാക്ക് ചെയ്യലുണ്ട്. സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് പിന്നെ ഇസ്രായേൽ കാണിച്ച പോലെ എന്താക്കുന്നതാണ് അത് ഹൈജാക്ക് ചെയ്യും. അപ്പൊ സപ്പോർട്ട് ചെയ്യണം, ഹൈജാക്ക് ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഭാര്യമാർ ഈ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നന്നായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ബിസിനസിന്റെ എക്സ്പാൻഷനിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് അവിടെ മൈൻഡില് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ്.
കാരണം ഇവിടെ വ്യത്യസ്തമായ മതക്കാരും ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞോട്ടെ. ഞങ്ങൾ ഈ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കയറുന്ന ഒരു മേഖലയുണ്ട്. അവിടെ കേരള ഹജ്ജിന്റെ ഉംറയുടെ ഭാഗമൊന്നുമല്ല, പക്ഷേ നമ്മളവിടെ കയറും. അത് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എവിടെയാണ്? അത് ജബലുൻ നൂറില്ല. എന്താ ജബലുൻ നൂർ? അവിടെയാണ് ഇറാ ഗുഹയുള്ളത്. ആദ്യമായിട്ട് ഖുർആന്റെ സൂക്തമിറങ്ങിയ ഗുഹ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ സ്ഥലം അവിടെയാണ്. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ട് അവിടെ കയറുക. അപ്പൊ പടവുകളൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി ഇരിക്കുമ്പോൾ, അന്ന് പ്രവാചകനായിട്ടില്ല, 40 വയസ്സിന് മുമ്പേ, ആ സമയത്ത് അവിടെ പടവുകളില്ല, ഒന്നുമില്ല. അവിടെ ഇങ്ങനെ ഒരു തപസ്സിനെ പോലെ ഇരിക്കാം, എന്തോ ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. ആ സമയത്ത് പാവം ഒരു സ്ത്രീ അള്ളിപ്പിടിച്ച് കയറിപ്പോകുമായിരുന്നു ഭക്ഷണവും കൊണ്ട്. തന്റെ കയ്യിലുള്ള ഭക്ഷണപ്പൊതിയുമായി കയറി കയറി കയറി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഈ ഇറാ ഗുഹ എത്ര ദൂരെയാണ് നിൽക്കുന്നത്. അങ്ങനെ കയറിപ്പോയിട്ട് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു, എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത് എന്ന്, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ബുദ്ധിമുട്ടാക്കുന്നത് എന്ന്. ഒരു ഭാര്യയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള സപ്പോർട്ടാണ്. അതെല്ലാം കഴിഞ്ഞ് എല്ലാം സംഭവിച്ചിട്ട് തനിക്ക് വെളിപാടുകളെല്ലാം വന്നതിന് ശേഷം പിന്നെയും ഓടുന്നത് സമ്മിലൂനി എന്ന് പറഞ്ഞിട്ട്, ഈ അടുത്തിടെ ഒരു സമ്മിലൂനി എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ ആശ്വാസത്തിന് വേണ്ടി ഓടുന്നതും ഇതേ ഖദീജയുടെ അരികിലേക്കാണ്, സ്വന്തം ഭാര്യയുടെ അരികിലേക്കാണ്. ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ സാന്ത്വനം, ഏറ്റവും വലിയ പ്രാർത്ഥന അവരുടെ ഉമ്മയും അവരുടെ ഭാര്യയും മക്കളും ഒക്കെ തന്നെയാണ്. മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാരും എല്ലാം കൂടിയതിനാൽ നമ്മൾ ഫാമിലി എന്ന് പറയാം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയുടെ സപ്പോർട്ട് ഏറ്റവും പ്രധാനമായി വേണം. ഞാനും നിങ്ങളെപ്പോലെ വലിയ ബിസിനസ്സുകാരനല്ലെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ബിസിനസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് പറഞ്ഞോട്ടെ, നമ്മൾ വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്തയിലായിരിക്കും. അപ്പൊ പല രാജ്യങ്ങളിൽ ചെയ്യുന്നത് കൊണ്ട് ഓരോ രാജ്യത്തിന്റെയും പെഡഗോഗി വേറെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടെൻഷനിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരു സമാധാനം ഉണ്ടാവുക. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, ചില സ്ഥലത്തിൽ ഡിലേ വരും, ഡിലേ വരൽ സാധ്യതയാണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിലുള്ള അതേ സ്പീഡല്ല ദുബായിൽ ഉണ്ടാവുക. ദുബായിൽ കുറച്ചും കൂടി സ്പീഡ് കൂടുതലാണ്. ദുബായിൽ ബിസിനസ് കുറച്ചും കൂടി സുഖമാണ് ഇവിടത്തേക്കാൾ, പക്ഷെ നോക്കി ചെയ്യണമെന്ന് മാത്രം. എന്നാൽ ആ സ്പീഡ്, ദുബായിയുടെ സ്പീഡ് ഒരിക്കലും കേരളത്തിൽ കിട്ടൂല. കാരണം ദുബായിൽ ആകുള്ളത് 38 ലക്ഷം 40 ലക്ഷം ആൾക്കാരാണ്. അതിന്റെ 10 ഇരട്ടി ആൾക്കാർ എവിടെയുണ്ട്? കേരളത്തിൽ മാത്രമുണ്ട്. 3.5 കോടി ജനതയാണ്. അതുകൊണ്ട് ആ സ്പീഡ് കേരളത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇതേ സ്പീഡ് പേപ്പർ വർക്കിൽ ഒരിക്കലും ആഫ്രിക്കയിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ. ആഫ്രിക്കയിൽ ഒരു പക്ഷെ 6 മാസം കൊണ്ട് തീരേണ്ടത് 2 വർഷം എടുക്കും പേപ്പർ വൈസ് തീരാൻ തന്നെ. ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാണ്. പക്ഷെ ഈ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബിസിനസ്സുകാർ ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്തീസാണ്. ഗുജറാത്തുകാർ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന സ്ഥലം ആഫ്രിക്കയാണ്. അവരുടെ കയ്യിലാണ് ഗോൾഡ് മൈനിങ് ഉള്ളത്, ലെഡ് ഉള്ളത്, അവരുടെ കയ്യിലാണ് അയണോർ ഉള്ളത്. ഈ മിത്തലടക്കം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് വ്യാപാരി വ്യവസായി ആയിട്ടുള്ള മിത്തലടക്കം ആഫ്രിക്കയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ചിലപ്പോൾ ഭയങ്കര സ്പീഡ് കുറയും. അതുകൊണ്ട് അവർ ഒരു വർഷത്തേക്ക് ഒരു അസൈൻമെന്റ് ഒക്കെ എടുക്കും. ഇപ്പൊ അയണോറാണ് അവരുടെ കയ്യിലുള്ളതെങ്കിൽ അയണോർ എന്ന് പറയുന്ന സാധനം 2 വർഷം കൊണ്ട് ലോഡ് കയറുന്നത് അവർ ചിന്തിക്കും ഉറപ്പായിട്ടും. അല്ലാതെ ഇന്ന് ഉദ്ഘാടനം ചെയ്താൽ നാളെ തന്നെ പൈസ എടുക്കാമെന്ന് അവർ ചിന്തിക്കൂല. പക്ഷെ 100 കോടി ഇട്ടാൽ 1000 കോടി ഉണ്ടാക്കാമെന്ന് അവർക്ക് അറിയും. കാരണം അതിന്റെ സ്ട്രാറ്റജി അങ്ങനെയാണ്. അതുകൊണ്ട് 1 വർഷം 2 വർഷം ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ അവര് അതിന്റെ വർക്കുകൾ ചെയ്യും. അത് ചിലപ്പോൾ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകണമെന്നില്ല. അതിന് ഗുജറാത്തിയെ കണ്ടു പഠിക്കണം. അത്ര ക്ഷമയും വേണം, അത്ര സഹനത വേണം, അതോടൊപ്പം അത്ര പേപ്പർ വർക്ക് ചെയ്യാനുള്ള ഗഡ്സും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വ്യവസായം തുടങ്ങാം, വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വ്യാപാരം തുടങ്ങാം. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് വൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഭാര്യയുണ്ട്. ആ ഭാര്യയ്ക്ക് കുറച്ച് ടെക്കി അറിയാമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവളുടെ കയ്യിൽ കൊടുത്ത് നമ്മുടെ റൂമിൽ ഇരുന്നു കൊണ്ട് അവൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആരും ഇന്നേ വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല. കാരണം ഭാര്യയെ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ഇങ്ങനെ എൻട്രി ചെയ്യൂല. എന്നും ടെൻഷനായിട്ട് വീട്ടിൽ പോകുന്നു, അവളിങ്ങനെ ചായ അച്ചു തരുന്നു, ചോറ് അച്ചു തരുന്നു, അതാണ് അവളുടെ ഡ്യൂട്ടി. അതിന് പകരം അവൾ ചിലപ്പോൾ പണ്ടത്തെ ബികോമുകാരിയായിരിക്കും. അമാൽഗമേഷനും അബ്സോർപ്ഷനും റീകൺസ്ട്രക്ഷനും റീകൺസിലേഷനും ഒക്കെ നമ്മളെക്കാൾ മനോഹരമായി അവൾ പഠിച്ചിട്ടുണ്ടാവും. അത് പഠിച്ചവർക്കറിയാം എന്താണ് ആ സാധനം എന്നുള്ള അക്കൗണ്ടൻസിയുടെ. അപ്പൊ ഈ സാധനം വെച്ചിട്ട് ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാൻ ഇവൾക്ക് പറ്റും. ഇന്ന എററുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്നുണ്ടെന്ന് പറയാൻ ഈ പെണ്ണിന് പറ്റും.
ഇനി അറ്റ്ലീസ്റ്റ് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ലിങ്ക് കൊടുത്തിട്ട് അവൾക്ക് അവളുടേതായ ബിസിനസ് തുടങ്ങാനും പറ്റും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം എല്ലാ സ്ത്രീകളും സ്വന്തമായിട്ട് ഒരു വരുമാനം കിട്ടിയാൽ തിരക്കടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതേത് ബിസിനസ്സുകാരന്റെ ഭാര്യയായാലും അല്ലാത്തവരായാലും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ആദ്യം ഈ ബിസിനസിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ ഉയർച്ചയ്ക്ക് എങ്ങനെ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ജസ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് വരിക. ഞാൻ അവിടെ നിന്ന് സംസാരിക്കാതെ ആയിരിക്കും നന്നാവുക. വെറും ഒരു പ്രസംഗാക്കണ്ട. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞാട്ടെ. ജസ്റ്റ് ടേൺ യുവർ ബോഡി ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇത് ട്രെയിനിങ് ആണ് കേട്ടോ, അങ്ങനെ വിചാരിച്ചാൽ മതിയേ. ജസ്റ്റ് ഒരു ട്രെയിനിങ്. ഓക്കെ, എല്ലാവർക്കും ഒന്ന് കൈയ്യൊടുത്താട്ടെ. പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾ ആണുങ്ങൾക്ക്. അത് നമ്മൾ എന്തായാലും കീപ്പ് ചെയ്യുമല്ലോ. ശരി, നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ടെ. 3 സെക്കൻഡ് കൊണ്ട് തെക്കോട്ടൊന്ന് കൈ ചൂണ്ടിയാട്ടെ. പെട്ടെന്ന് ചൂണ്ടണോട്ടെ, പെട്ടെന്ന് ചൂണ്ട്. തെക്കോട്ട് വേൻ ചൂണ്ട്. ഇനി ഒന്ന് കണ്ണുറന്ന് നോക്കിയാട്ടെ. ആണ് നോക്കി, എത്ര തെക്കാ നോക്കിയാട്ടെ. കുറെ ആൾക്കാർക്ക് അങ്ങോട്ട്, കുറെ ആൾക്കാർക്ക് ബാക്കോട്ട്, കുറെ ആൾക്കാർക്ക് ഇങ്ങോട്ട്, കുറെ ആൾക്കാർക്ക് ഇങ്ങോട്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? സത്യത്തിൽ നമുക്ക് തെക്കറിയില്ല എന്നുള്ളത്. ആണ്ട് ചൂണ്ടിയതാണ്. ഇവിടെ വന്നിട്ട് സമയത്രായി. ആ പള്ളി നിൽക്കുന്ന ഡയറക്ഷൻ ഏതാണ്, അതുകൊണ്ട് അതിന്റെ പടിഞ്ഞാറ് ഏതാണ്, അപ്പൊ തെക്ക് എവിടെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമുക്കറിയാലോ നമുക്ക് ലക്ഷ്യമില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടൊന്നും തോന്നരുത് കേട്ടോ. ഞാൻ പൂനുകാരെ കുറക്കല്ല കേട്ടോ. തെക്കറിയില്ല എന്ന് പറഞ്ഞാൽ ദിക്കറിയില്ല എന്നാണ്. ദിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്യമറിയില്ല എന്നാണ്. ലക്ഷ്യമറിയില്ല എന്നാൽ എവിടുക്ക പോകണമെന്ന് അറിയില്ല എന്നുള്ള. എല്ലാവർക്കും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ലക്ഷ്യമില്ലാത്തവർക്ക് പിന്നെ എങ്ങോട്ട് പോകാൻ പറ്റും? നമുക്കൊക്കെ തന്നെയും. അവിടുന്ന് ലക്ഷ്യം നിർണയിച്ചുകൊണ്ട് നമുക്ക് യാത്രയാകാം. എല്ലാവരും ജസ്റ്റ് ഒന്നിരിക്കും. റൈറ്റ്.